ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أما بعد فقد قال الله تعالى في شأن حبيبه تعظيما وتكريما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جاهلون فما قبل موته والعالمون وإن ما طوب ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ പതിന് കടന്നുകൊണ്ട് നമ്മെ അവൻ്റെ സൃഷ്ടിയായി മനുഷ്യനാക്കി കൊണ്ടുപോയി. അതോടുകൂടെ പരിശുദ്ധ ഇസ്ലാം അല്ലാഹു നമ്മളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനായി തലമുറകളായി അനുഗ്രഹിച്ചു. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകൾ നമുക്ക് പറഞ്ഞെടുക്കാനും ഉൾക്കൊള്ളാനും ഈ കാലഘട്ടത്തിൽ അത് ഉൾക്കൊണ്ട് അനുഭവിച്ച ഉന്നതരായ മഹാന്മാരായ മശായിഖുമാരുടെ അമ്പിയാക്കളുടെ ശേഷം ആ ഉന്നതരായ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളായ മശായിഖുമാരുടെ ബന്ധം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. അഥവാ അവരിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസുല്ലാഹ് മഹാനവറുകളുടെയും അതുപോലെ തന്നെ ഖാജ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെയും ആ രണ്ട് ശരണിയിൽ കൂടി നമുക്ക് അല്ലാഹു തആല മഹാനായ ശൈഖുനാ നൂറുൽ മശായിഖ് ഖദ്ദസുല്ലാഹു സിർറഹു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ആരിഫുദ്ദീൻ ജീലാനി നൂറുല്ലാഹ് ഷാ നൂരി ഖദ്ദസുല്ലാഹു സിർറഹു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അതേപോലെയുള്ള ഉന്നതരായ ശൈഖുനാ സുഹൂരി ഷാ നൂരി ഖദ്ദസുല്ലാഹു സിർറഹു തുടങ്ങിയുള്ള ബഹുമാനപ്പെട്ട ഉന്നതരായ മഹാന്മാരുടെ ബന്ധം കൊണ്ടും നിസ്ബത്ത് കൊണ്ടും അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. ഇന്ന് പ്രത്യേകിച്ചും അവരെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട ബിലാലി ഷാ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മഹത്തായ ഒരു അനുസ്മരണത്തിൽ 14ാമത്തെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അല്ലാഹു നമ്മുടെ ശൈഖുനാന്റെ നേതൃത്വത്തിൽ നമ്മളെ അല്ലാഹു തആല അനുഗ്രഹിച്ച് ഈ അല്ലാഹു ഇവിടെ കൊണ്ടുവന്നു. ബഹുമാനികളെ, മഹാന്മാരായ മശായിഖുമാരുടെ നിസ്ബത്ത് കൊണ്ടും ബന്ധം കൊണ്ടും എന്താണ് നമ്മൾക്ക് നേടിയെടുക്കാനുള്ളത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. പരിശുദ്ധ ഖുർആന്റെ ഭാഗം നമ്മൾ നോക്കിയാൽ ഖുർആനിലെ 3-ൽ 1 ഭാഗം തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്മരണം, അവരുടെ ചരിത്രങ്ങളാണ് ബഹുമാനികളെ. അവർ അല്ലാഹുവിൽ വിശ്വസ്തതിൻ്റെയും അവിശ്വസ്തത മറ്റുള്ള ജനങ്ങളെ
അവർക്കുള്ള അദാബുകളെ മറ്റുള്ളവർക്ക് വിവരിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇത് അള്ളാഹു തആലാന്റെ പതിവ് അതാണ്. ഖുർആൻ തന്നെ 3 ഭാഗങ്ങളിൽ مرحبا